Good morning to all. We are discussing about the topic land resources. Already five resources are discussed: forest resources, water resources, mineral resources, food resources, and energy resources. Last type resources are land resources. എന്തൊക്കെയാണ് ലാൻഡ് ലാൻഡ് റിസോഴ്സിൽ ലാൻഡായിട്ടുള്ള നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? ഹിൽസ്, വാലീസ്, പ്ലെയിൻസ്, റിവർ ബേസിൻ ആൻഡ് വെറ്റ്ലാൻഡ്സ്. കുന്നുകൾ, താഴ്വരകൾ, സമതലങ്ങൾ, നദീതടങ്ങൾ ആൻഡ് ചതുപ്പ് പ്രദേശങ്ങൾ. ഇത്രയും സ്ഥലങ്ങൾ, ഏരിയകളെയാണ് നമ്മൾ ഹിൽ ലാൻഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഈ എല്ലാ ഫോംസ് ഓഫ് ലാൻഡിലും സ്പെഷ്യലായിട്ടുള്ള റിസോഴ്സുകളുണ്ട്. ആ റിസോഴ്സുകളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ധാരാളം സ്പീഷീസ്, മനുഷ്യരുണ്ട്, അതുപോലെ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഉണ്ട്. ലാൻഡ് ഈസ് യൂട്ടിലൈസ്ഡ് കെയർഫുള്ളി. ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ റിന്യൂവബിൾ റിസോഴ്സ്. ലാൻഡിനെ കെയർഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു റിന്യൂവബിൾ റിസോഴ്സായിട്ട് നമുക്ക് കുറേ കാലം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റിസോഴ്സാണ്. ദ റൂട്ട്സ് ഓഫ് ട്രീസ് ആൻഡ് ഗ്രാസസ് ബൈൻഡ് ദ സോയിൽ. മരങ്ങളുടെയും പുല്ലുകളുടെയും റൂട്ട്സ്, വേരുകൾ സോയിലിനെ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മണ്ണൊലിപ്പ് തടയാനൊക്കെ ഏറ്റവും കൂടുതൽ കാരണമാവുന്നത് ഈ ഒരു ബൈൻഡാണ്. The forests are depleted or grasslands overgrazed. നമ്മുടെ ഫോറസ്റ്റിന് വനനശീകരണം, അതുപോലെ ഗ്രാസ് ലാൻഡുകൾ ഓവർഗ്രേസ്ഡ്, കന്നുകാലികൾ കൂടുതലായിട്ട് പുല്ല് തിന്ന് പോവുക, ഇതെല്ലാം ആ ലാൻഡ് എന്തായിട്ട് മാറും? ലാൻഡ് ബിക്കംസ് അൺപ്രൊഡക്റ്റീവ് ആൻഡ് വേസ്റ്റ് ലാൻഡ്. ഒരു വേസ്റ്റ് ലാൻഡ് ഫോം ചെയ്യാൻ കാരണമാവും. ഇൻറ്റൻസീവ് ഇറിഗേഷൻ, തീവ്രമായ നല്ല കൂടുതൽ നനക്കുക എന്നുള്ള ഇറിഗേഷൻ ലീഡ്സ് ടു ദ വാട്ടർ ലോഗിങ് ആൻഡ് സലൈനേഷൻ. നമ്മൾ കഴിഞ്ഞ ഇതിൽ ഡിസ്കസ് ചെയ്തിരുന്നു. വാട്ടർ ലോഗിങ്ങിനും സലൈനേഷനും കാരണമാകും. ഈ വാട്ടർ ലോഗിങ്ങും സലൈനേഷനും ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ക്രോപ്പിന് വളരാനുള്ള ഒരു അറ്റ്മോസ്ഫിയറെല്ലാം ഉണ്ടാവുക. പിന്നെ നമ്മളെ ഹൈലി ടോക്സിക് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ വേസ്റ്റുകൾ, അതുപോലെ ന്യൂക്ലിയർ വേസ്റ്റുകൾ എല്ലാം ഡംപ് ചെയ്യുന്ന ഏരിയ ആയിട്ട് നമ്മളെ ലാൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അതിനെ നമുക്ക് അത്രയും ഏരിയ വേസ്റ്റ് ലാൻഡായിട്ട് മാറുമ്പോൾ അപ്പോൾ അത് നോൺ റിന്യൂവബിൾ റിസോഴ്സായിട്ടാണ്. കുറേ ഭാഗം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളെ ഉള്ള ഭൂമി വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യൂസ് ചെയ്യുമ്പോൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് നോൺ റിന്യൂവബിൾ ഇതിലേക്ക് പെടുത്തേണ്ടി വരും. അതുകൊണ്ടാണ് മുകളിലെ പോയിന്റിൽ യൂട്ടിലൈസ്ഡ് കെയർഫുള്ളി എന്ന് പറഞ്ഞത്. പിന്നെ നമ്മുടെ ലാൻഡിൽ നമ്മുടെ യൂസസുകൾ, നമ്മുടെ ആവശ്യങ്ങളാണ്. ബിൽഡിംഗ് ഹോംസ് നമുക്കറിയാം, കൾട്ടിവേറ്റിംഗ് ഫുഡ്, മെയിൻറ്റെയിനിങ് പാസ്റ്റേഴ്സ് ഫോർ ഡൊമസ്റ്റിക് ആനിമൽസ്. നമ്മുടെ കന്നുകാലികൾക്ക് വേണ്ടിയുള്ള പുല്ല് വളർത്തുന്ന പാസ്റ്റേഴ്സ്. ആൻഡ് ഡെവലപ്പിംഗ് ഇൻഡസ്ട്രീസ് ടു പ്രൊവൈഡ് ഗുഡ്സ് ആൻഡ് സപ്പോർട്ടിംഗ് ദ ഇൻഡസ്ട്രി ബൈ ക്രിയേറ്റിംഗ് ടൗൺസ് ആൻഡ് സിറ്റീസ്. ഇതെല്ലാം നമ്മുടെ ലാൻഡിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അതിൻ്റെ യൂസസ് നോക്കാം. യൂസസ് ഓഫ് ലാൻഡ് റിസോഴ്സസ്: ഫുഡ്, വുഡ്, മിനറൽസ്, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ലാൻഡിൽ നിന്നാണ്. ലാൻഡ് നർച്ചേഴ്സ് ദ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ദാറ്റ് പ്രൊവൈഡ് അവർ ഫുഡ് ആൻഡ് ഷെൽട്ടർ. പ്ലാന്റുകൾക്കും ആനിമൽസിലും ഉണ്ടാകാൻ വേണ്ടിയുള്ള പരിപാലനം അതിൽ കൊടുക്കുന്നത് ലാൻഡാണ്. അതിലെ ഫുഡ്, ഷെൽട്ടർ എല്ലാം കൊടുക്കുന്നത് ലാൻഡാണ്. പിന്നെ ലാൻഡ് ഈസ് യൂസ്ഡ് ആസ് എ വാട്ടർ ഷെഡ് ഓർ റിസർവോയർ. ഒരു ജലസംഭരണി ആയിട്ട് ആക്ട് ചെയ്യുന്നത് ലാൻഡാണ്. ലാൻഡ് ആക്ട് ആസ് എ ഡസ്റ്റ്ബിൻ ഫോർ ദ മോസ്റ്റ് ഓഫ് ദ വേസ്റ്റ് ക്രിയേറ്റഡ് ബൈ ദ മോഡേൺ സൊസൈറ്റി. നമ്മുടെ പ്ലാസ്റ്റിക് ആവട്ടെ, പിന്നെ ഈ വേസ്റ്റ് ആവട്ടെ, അല്ലാത്ത ഖരമാലിന്യ സോളിഡ് വേസ്റ്റുകൾ, എല്ലാ വേസ്റ്റുകളുടെയും ഡംപ് ചെയ്യാനും കൂടെ ഒരു ഇതായിട്ട് ലാൻഡിൻ്റെ ഒരു ഭാഗം നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതും ആണ് വേസ്റ്റ് മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എന്തായാലും വേസ്റ്റ് ഉണ്ടാവുന്നതിൽ ഉറപ്പാണ്. അപ്പോൾ അതും ലാൻഡിൽ തന്നെയാണ് ഡംപ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വേസ്റ്റ് ബിന്നായി അല്ലെങ്കിൽ ഡസ്റ്റ് ബിന്നായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്.
Land is used for construction of building and industries. Land degradation. Surface layer of land is called soil. It covers about 4/5 of the land areas. അഞ്ചിൽ നാല് ഭാഗം എന്ന് പറഞ്ഞാൽ 80% ലാൻഡ് ഏരിയയുടെ 80% സോയിലാണ്. പിന്നെ ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഓഫ് ദ സോയിൽ അത് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്തിരുന്നത്? അതിലടങ്ങിയിരിക്കുന്ന മിനറൽസിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അത് ഓരോ സ്ഥലത്തും മാറിക്കൊണ്ടിരിക്കും. ടോപ്പ് ലെയറിലാണ് എല്ലാ മിനറൽസും അടിഞ്ഞ് കൂടിയിട്ടുള്ളത്. അപ്പം മേൽമണ്ണിലാണ് ഏറ്റവും ബെസ്റ്റായിട്ട് വെജിറ്റേഷന് പറ്റിയ മണ്ണ് മേൽമണ്ണാണ്. ഇറ്റ് ഈസ് ദ ഡിക്ലൈൻ in land quality or reduction in this productivity or production potential caused by human activities. ലാൻഡിൻ്റെ ക്വാളിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹ്യൂമൻ ആക്ടിവിറ്റി കാരണം, അല്ലെങ്കിൽ റിഡക്ഷൻ ഇൻ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ്റെ കാരണം, ഓരോ ആക്ടിവിറ്റീസ് കാരണത്താൽ. വേൾഡിൽ 5 to 7 million ഹെക്ടർ ഫാം ലാൻഡ് കൃഷിഭൂമി ഓരോ വർഷവും ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. When soil is used more intensively by farming, it is eroded more rapidly by wind or rain. നമ്മൾ കൃഷിക്ക് വേണ്ടിയിട്ട് ഫാമിങ്ങിന് വേണ്ടിയിട്ട് മണ്ണ് ഇൻറ്റൻസീവ്ലി അമിതമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ്, അത് എറോഷൻ സംഭവിക്കും, സോയിൽ എറോഷൻ സംഭവിക്കും. ഒന്നുകിൽ വിൻഡിലൂടെ ആവാം, അല്ലെങ്കിൽ റെയിൻ വഴി ആവാം. മണ്ണ് ഇളകി കഴിഞ്ഞാൽ അതിൻ്റെ മേൽമണ്ണുകൾ സ്ലോപ്പ് കൂടിയെടുത്ത് താഴ്ന്ന ഭാഗത്തേക്ക് മുകൾ ഭാഗത്തു നിന്ന് എങ്ങോട്ടാണോ വിൻഡിൻ്റെ അല്ലെങ്കിൽ റെയിനിൻ്റെ ഫ്ലോ എങ്ങോട്ടാണോ അതോടൊപ്പം നമ്മുടെ മേൽമണ്ണ് ഒലിച്ചു പോയി അത് സോയിൽ എറോഷന് കാരണമാവും. ഓവർ ഇറിഗേറ്റിംഗ് ഫാം ലാൻഡ് ലീഡ്സ് സലൈനേഷന് കാരണമാവുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു. ആ സലൈനേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ക്രോപ്പുകൾ വളരില്ല. പിന്നെ ഓവർ ഇറിഗേഷൻ വേറൊന്നിന് കാരണം വാട്ടർ ലോഗിങ്ങിന് പറഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പം നമ്മുടെ ക്രോപ്പുകളുടെ റൂട്ടുകളെല്ലാം ചീഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് പിന്നെ ദ യൂസ് ഓഫ് മോർ ആൻഡ് മോർ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് പോയ്സൺസ് ദ സോയിൽ സോ ദാറ്റ് ഇവൻച്വലി ദ ലാൻഡ് ബിക്കം അൺപ്രൊഡക്റ്റീവ്. കെമിക്കൽസ് നമ്മൾ ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ പെസ്റ്റിസൈഡ് ഇതിലൊക്കെ കെമിക്കൽസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു ബെനിഫിറ്റ് കിട്ടുമെങ്കിലും പിന്നെ ഗ്രാജുവലി നോക്കുമ്പോൾ നമുക്ക് ആ ഏരിയ നമുക്ക് അൺപ്രൊഡക്റ്റീവായിട്ട് മാറും. എന്താണ് ലാൻഡ് സ്ലൈഡ്? Landslide are the downward and outward movement of the slope composed of earth materials such as rock, soil and artificial fills. നമുക്കറിയാം, നമ്മുടെ കഴിഞ്ഞ കേരളത്തിലെ 2 പ്രളയത്തിൻ്റെ സമയത്തും ഉണ്ടായ ഒരു ദുരന്തം ഉണ്ടായിട്ടുള്ളത് പ്രളയത്തോടൊപ്പം ഉണ്ടായതാണ് ലാൻഡ് സ്ലൈഡ്, ഉരുൾപൊട്ടലുകൾ. നമ്മുടെ കവളപ്പാറ ആവട്ടെ, പാതാർ, ഇത്രയും സ്ഥലങ്ങളൊക്കെ നമുക്കറിയാം ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടാണ് ഏറ്റവും ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളത് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഡൗൺവേർഡ് ആൻഡ് ഔട്ട്വേർഡ് മൂവ്മെൻറ്റ് ഓഫ് എ സ്ലോപ്പ് കമ്പോസ്ഡ് ഓഫ് എർത്ത് മെറ്റീരിയൽ സച്ച് ആസ് റോക്ക്, പാറകൾ, സോയിൽ ആൻഡ് ആർട്ടിഫിഷ്യൽ ഫിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡാം പോലെ കെട്ടി നിർത്തിയ നമ്മൾ നിറച്ച് വെച്ച സംഭവങ്ങൾ, മണ്ണാവട്ടെ അല്ലെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്ത ഫിൽസ്, അതിൽ നിറച്ച് വെച്ച് ഇതെല്ലാം ഒന്നായിട്ട് ഒഴുകി വരുന്ന അവസ്ഥ. അതർ നെയിംസ് ഓഫ് ലാൻഡ് സ്ലൈഡ് ആർ റോക്ക് സ്ലൈഡ്, ഡെബ്രി സ്ലൈഡ്, സ്ലംബ്, എർത്ത് ഫ്ലോ ആൻഡ് സോയിൽ ക്രീപ്പ്. മാൻ ഇൻഡ്യൂസ്ഡ് ലാൻഡ് സ്ലൈഡ് എന്തൊക്കെയാണ്? മനുഷ്യൻ്റെ ആക്ടിവിറ്റീസ് കാരണം ഉണ്ടാവുന്ന ലാൻഡ് സ്ലൈഡ്. ഡ്യൂറിങ് ദ കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ് ആൻഡ് മൈനിങ് ആക്ടിവിറ്റീസ് ഓഫ് ഹ്യൂജ് പോർഷൻസ് ഓഫ് ഫ്രജൈൽ മൗണ്ടെയ്ൻസ് ഏരിയാസ് ആർ കട്ട് ആൻഡ് ത്രോൺ ഇൻ ടു ദ അഡ്ജസൻറ്റ് ഏരിയാസ് ആൻഡ് സ്ട്രീംസ്. നമുക്കറിയാം, നമ്മൾ ഈ ഹില്ലി ഏരിയ എന്നാൽ ചുരത്തിലൂടെയൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് അവിടെ കൺസ്ട്രക്ഷൻ ഓഫ് റോഡിന് വേണ്ടിയിട്ട് ഓരോ ഇതിലും വെട്ടണ ഒരു ഗ്രാജുവലായിട്ടുള്ള സ്ലോപ്പിൻ്റെ സ്ഥലത്ത് ഒരു റോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെട്ടുന്ന സമയത്ത് അവിടെ ഉള്ള സ്ലോപ്പ് എന്തായിട്ട് മാറും? സ്റ്റീപ്പായിട്ട് മാറും. അപ്പോൾ ആ
ഓൾറെഡി അത് ഫ്രജൈൽ കാരണം ഒരു ദുർബലമായ ഒരു പാറ അല്ലെങ്കിൽ ഒരു മണ്ണിൻ്റെ കൂനയായിരിക്കും. അപ്പോൾ അത് അവിടെ നിൽക്കില്ല. അപ്പോൾ അതിൽ വെള്ളം വന്ന് നിൽക്കുമ്പോൾ കുറച്ചും കൂടെ അതിൻ്റെ വെയിറ്റ് കൂടും. വെയിറ്റ് കൂടുമ്പോഴാണ് ആ വെള്ളം വന്ന് നിറയുമ്പോൾ അത് മൊത്തത്തിൽ അത് ഇങ്ങോട്ട് പോരുക, മൊത്തമായിട്ട് അതിൻ്റെ താഴത്തേക്ക് പോരുന്ന അവസ്ഥയാണ്. അപ്പോൾ റോഡ് നമ്മൾ ചുരം ഭാഗത്തൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന ഒരു ഏരിയകളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. കുന്നായിട്ട് നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുണ്ടാകും. ആ കൺസ്ട്രക്ഷൻ നടത്തിയ സമയത്ത് ആ ഗ്രാജുവലായിട്ടുള്ള സ്ലോപ്പിനെ ഒരു സ്റ്റീപ്പായിട്ട് മാറിയിട്ടുണ്ടാകും. അപ്പോൾ എന്താണ്, ഒറ്റയടിക്ക് ഇങ്ങോട്ട് ആ വെള്ളം നിറഞ്ഞ് അതിന് വെയിറ്റ് താങ്ങാൻ കഴിയാതാവുമ്പോൾ, അല്ലെങ്കിൽ അതിന് മൈനിങ് ആക്ടിവിറ്റീസ്, നമ്മൾ ഭൂമിക്കടിയിൽ എന്തെങ്കിലും മൈനിങ്ങിന് വേണ്ടിയിട്ട് ഭൂമി തുറന്നിട്ടുണ്ടെങ്കിൽ, ഇളക്കം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ബോർവെല്ലുകളെല്ലാം കുഴിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ ഈ പാറ പൊട്ടിക്കുന്ന ഇതൊക്കെ എല്ലാം ഇതിൻ്റെ ഒരു കാരണങ്ങളാണ്. എല്ലാത്തിനും ഇളക്കം സംഭവിച്ച് വൈബ്രേഷൻസ് സംഭവിച്ച് ഇങ്ങനെ ഇളകി നിൽക്കുന്ന ഫ്രജൈലായിട്ട് നിൽക്കുന്ന പോർഷൻസാണ്. ഇതെല്ലാം ഒറ്റയടിക്ക് ഇങ്ങോട്ട് പോരും. ഇതെല്ലാം മനുഷ്യൻ്റെ കാരണത്താൽ ഉണ്ടാവുന്നതാണ്. ദീസ് ലാൻഡ് മാസസ് വീക്കൺ ദ ഓൾറെഡി ഫ്രജൈൽ മൗണ്ടെയിൻ സ്ലോപ്പ് ആൻഡ് ലീഡ് ടു ദ ലാൻഡ് സ്ലൈഡ് കോൾഡ് മാൻ ഇൻഡ്യൂസ്ഡ് ലാൻഡ് സ്ലൈഡ്. ഇത്രയും ഇതിനെ മനുഷ്യനിർമ്മിതമായ ലാൻഡ് സ്ലൈഡുകൾ എന്ന് പറയും. എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ? റിമൂവൽ ഓഫ് വെജിറ്റേഷൻ. സ്ലോപ്പി ഏരിയയിൽ ഉണ്ടാവുന്ന വെജിറ്റേഷൻ കുറയാനുള്ള കാരണം, വെജിറ്റേഷൻ ഇല്ലാതായി കഴിഞ്ഞാൽ എന്താണ്, ആ മണ്ണും അതിൻ്റെ വേരും തമ്മിലുള്ള ബോണ്ട് ഇല്ലാതാവും. അപ്പോൾ മണ്ണ് പെട്ടെന്ന് സോയിൽ എറോഷൻ സംഭവിക്കും. ആ സോയിൽ എറോഷൻ സംഭവിക്കാൻ മണ്ണിനൊരു പിടുത്തം ഉണ്ടാവില്ല. അപ്പോൾ വിച്ച് ലീഡ്സ് ടു ലാൻഡ് സ്ലൈഡ്. രണ്ടാമത്തെ കാരണം അണ്ടർഗ്രൗണ്ട് മൈനിങ്. അണ്ടർഗ്രൗണ്ട് മൈനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കോസ് ഓഫ് സബ്സിഡൻസ് ഓഫ് ദ ഗ്രൗണ്ട്. ഭൂമി അങ്ങോട്ട് താഴ്ന്നു പോവുക അല്ലെങ്കിൽ അങ്ങോട്ട് ഇരുന്ന് കൊടുക്കുക. എന്നാൽ ഉൾഭാഗം നമ്മൾ തുരന്നിരിക്കുന്ന സമയത്ത് ആ ഉള്ളിൽ കുറേ ക്യാവിറ്റി ഫോം ചെയ്യും. അപ്പോൾ ഭൂമി അങ്ങോട്ട് താവും. സബ്സിഡൻസ് ഓഫ് ദ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കിണർ താഴ്ന്നു പോവുക. പല ഇതുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഭൂമി ഒരു ഭാഗം തന്നെ മൊത്തമായിട്ട് താഴ്ന്നു പോവുക. എന്നാൽ ഉൾഭാഗം തുരന്നത് കാരണമാണ് ഉണ്ടാവുന്നത്. ട്രാൻസ്പോർട്ട്. ഡ്യൂ ടു ദ മൂവ്മെൻറ്റ് ഓഫ് ബസ്സസ് ആൻഡ് ട്രെയിൻസ് ഇൻ ദ അൺസ്ലോപ്പി റീജിയൻ കോസ് ലാൻഡ് സ്ലൈഡ്. ഈ ബസ്സും നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന പോകുന്ന സമയത്ത് വൈബ്രേഷൻ ഉണ്ടാവാം. അതോടൊപ്പം അതിൻ്റെ കൺസ്ട്രക്ഷൻ, റോഡും റെയിലും ഒക്കെ ഇതുപോലെ ഹില്ലി ഏരിയയിലൂടെ സ്ലോപ്പി ഏരിയയിലൂടെ കൺസ്ട്രക്ട് ചെയ്യുമ്പോഴും ഉണ്ടാവാം. അഡീഷൻ ഓഫ് എക്സ്ട്രാ വെയിറ്റ് കൺസ്ട്രക്ഷൻ ഓൺ ദ സ്ലോപ്പ് ഏരിയ ലീഡ്സ് ടു ലാൻഡ് സ്ലൈഡ്. അതിന് താങ്ങാൻ കഴിയാത്ത, കാരണം ഫ്രജൈലായിട്ട് നിൽക്കുന്ന ലാൻഡ് മാസിന് വെയിറ്റ് താങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ അത് മൊത്തമായിട്ട് ഇങ്ങോട്ട് പോരും. കാരണം മഴക്കാലത്താണ് കൂടുതൽ ഉണ്ടാവാനുള്ള കാരണം. അത് വെള്ളം അതിൽ വന്ന് ഇതാവും. അപ്പം സോക്ക് ചെയ്ത് അതിൻ്റെ വെയിറ്റും കൂടെ ആകുമ്പോൾ ഭയങ്കര വെയിറ്റ്, അത് താങ്ങാൻ കഴിയാതെ അതിങ്ങോട്ട് പോരും. ഗ്രൗണ്ട് വാട്ടർ ലെവൽ. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ ഓൾസോ ലീഡ്സ് ടു ലാൻഡ് സ്ലൈഡ്. നമ്മൾ വെള്ളമില്ലാഞ്ഞാൽ എന്താ ചെയ്യുക, പെട്ടെന്ന് ബോർവെൽ അല്ലെങ്കിൽ കുഴൽ കിണർ കുഴിക്കും. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് വാട്ടറിൽ നിന്നാണ് ഈ വെള്ളം മുഴുവൻ, പല ഇൻഡസ്ട്രികളാവട്ടെ നമ്മളെ വീട്ടാവശ്യത്തിനാവട്ടെ എല്ലാത്തിനും ഊറ്റിക്കൊണ്ടിരിക്കുന്നത് ഗ്രൗണ്ട് വാട്ടറാണ്. അപ്പോൾ ഗ്രൗണ്ട് വാട്ടറിൻ്റെ ലെവൽ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ആവശ്യത്തിന് വെള്ളം ഇല്ലാതായി കഴിയുമ്പോൾ ആ ഭാഗം എന്തായി മാറും, ഒരു ഹോളോ ക്രിയേറ്റ് ചെയ്യും. അത് അവിടുത്തെ പ്രഷർ ഇതായിട്ട് അങ്ങോട്ട് നേരത്തെ പറഞ്ഞ സബ്സിഡൻസ് സംഭവിക്കും. ഹാംഫുൾ എഫക്റ്റ് ഓഫ് ലാൻഡ് സ്ലൈഡ്. ലാൻഡ് സ്ലൈഡ് ഇൻക്രീസസ് ദ ടർബിഡിറ്റി ഓഫ് നിയർ ബൈ സ്ട്രീംസ്. നമുക്കറിയാം, ഉരുൾപൊട്ടി കഴിഞ്ഞാൽ അടുത്തുള്ള പുഴകളിൽ അല്ലെങ്കിൽ ഇതിലൊക്കെ ടർബിഡിറ്റി ആണ്, അതിൻ്റെ ഇത് കൂടും. ആ മൊത്തം ഒലിച്ച് വരിക ഈ അടുത്തുള്ള പുഴയിലേക്കോ അടുത്തുള്ള എന്താണോ ഫ്ലോയിങ് സ്ട്രീംസ് എന്താണുള്ളത് അതിലേക്കാണ് ഒഴുകി വരിക. അത് അവിടെയുള്ള പ്രൊഡക്ടിവിറ്റി കുറയാൻ കാരണമായി. എല്ലാ കല്ലും മണ്ണും മരങ്ങളും എല്ലാം വന്ന് അടിയുക ഇവിടെയാണ്. ഡിസ്ട്രക്ഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ലിങ്ക്. നമ്മൾക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ലിങ്ക്, ഫോണാവട്ടെ കേബിളുകളാവട്ടെ ഇതെല്ലാം നഷ്ടപ്പെടും. ലോസ് ഓഫ് ഹാബിറ്റാറ്റ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി. ലോസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് എക്കണോമിക് ലോസ്. ഇതെല്ലാം ലാൻഡ് സ്ലൈഡ് കൊണ്ടുള്ള ഹാംഫുൾ എഫക്റ്റുകളാണ്. സോയിൽ എറോഷൻ. The misuse of an ecosystem leads to loss of valuable soil through erosion by the monsoon rain and the smaller extent by wind. ഒന്നുകിൽ മഴ അല്ലെങ്കിൽ വിൻഡ് കാരണത്താൽ നമ്മുടെ മുകൾ മണ്ണ് എറോഡ് ചെയ്ത് പോകുന്ന അവസ്ഥയാണ് സോയിൽ എറോഷൻ.
The roots of trees in the forest hold the soil. Deforestation thus leads to rapid soil erosion. ഡിഫോറസ്റ്റേഷൻ അപ്പം മണ്ണിൻ്റെ മരങ്ങളുടെ വേരും തമ്മിലുള്ള ആ ബോണ്ട് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സോയിൽ എറോഷൻ സംഭവിക്കും. സോയിൽ ഈസ് വാഷ്ഡ് ഇൻ ടു സ്ട്രീംസ് ആൻഡ് ഈസ് ട്രാൻസ്പോർട്ടഡ് ഇൻ ടു റിവേഴ്സ് ആൻഡ് ഫൈനലി ലോസ്റ്റ് ടു ദ സീ. നമുക്കറിയാം, മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ മേൽമണ്ണ് കുത്തിയൊലിച്ച് അതിൻ്റെ ഒരു ചെളിവെള്ളമായിട്ട് ആദ്യം മഴ പെയ്തു കഴിഞ്ഞാൽ അത് കാരണമാണ് നമ്മുടെ പുഴകൾ കാരണം ചെളിയുടെ കളറാണ് ഉണ്ടാവാറ്, മണ്ണിൻ്റെ കളറാണ് ഉണ്ടാവാറ്. ഈ മണ്ണ് കൂടി കലർന്നിട്ട് എന്നിട്ട് അത് ലാസ്റ്റ് അത് കടലിൽ ചെന്ന് ചേരും. നമ്മുടെ മേൽമണ്ണിലെ ഒരു അംശമാണ് ഓരോ മഴയ്ക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല കുത്തി മറിഞ്ഞുള്ള മഴയിൽ പുഴ കുത്തി ഒഴുകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മേൽമണ്ണാണ് പോകുന്നത്. എല്ലാം The linkage between the existence of forest and the presence of soil is greater than the forest physical soil binding function alone. അപ്പം നമ്മുടെ ഫോറസ്റ്റിൻ്റെ നിലനിൽപ്പും അതോടൊപ്പം മണ്ണിൻ്റെ ഇതും ഒരേപോലെ ലിങ്ക്ഡ് ആണ്. അത്രയും അത് ബന്ധമുണ്ട്. കാരണം ഡിഫോറസ്റ്റേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ സോയിൽ എറോഷൻ സംഭവിക്കും, അല്ലെങ്കിൽ ഫോറസ്റ്റ് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മണ്ണിന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഡെസേർട്ടിഫിക്കേഷൻ. എങ്ങനെയാണ് ഡെസേർട്ടിഫിക്കേഷനിലേക്ക് പോകുന്നത്? എന്താണ് ഡെസേർട്ടിഫിക്കേഷൻ? ഇറ്റ് ഈസ് ദ പ്രോഗ്രസീവ് ഡിസ്ട്രക്ഷൻ ഓർ ഡീഗ്രഡേഷൻ ഓഫ് അരിഡ് ഓർ സെമി അരിഡ് ലാൻഡ്സ് ടു ഡെസേർട്ട്. ഇതൊരു കാരണം കുറഞ്ഞ കാലം കൊണ്ടല്ല, വർഷങ്ങൾ എടുത്തുണ്ടാവുന്നതാണ് ഡെസേർട്ടിഫിക്കേഷൻ. ഒരു വർഷം കൊണ്ടോ, വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ 1000 വർഷങ്ങളൊക്കെ എടുത്തിട്ടാണ് ഓരോ ഡെസേർട്ടുകൾ ഉണ്ടാവുക. അത്രയും വർഷങ്ങൾ എടുത്തിട്ടാണ്, അല്ലാതെ ഒറ്റയടിക്ക് ഇന്ന് കണ്ട സ്ഥലം നാളെ മരുഭൂമിയായിട്ട് മാറില്ല. പ്രോഗ്രസീവ് ഡിസ്ട്രക്ഷൻ ആൻഡ് ഡീഗ്രഡേഷൻ ഓഫ് അരിഡ് ആൻഡ് സെമി അരിഡ്. അരിഡ് എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ, അതുപോലെ സെമി അരിഡ് പകുതി ഉണങ്ങിയ ലാൻഡ്സ് ടു ഡെസേർട്ടായിട്ട് മാറും. ഡെസേർട്ടിഫിക്കേഷൻ ലീഡ്സ് ടു ദ കൺവേർഷൻ ഓഫ് റേഞ്ച് ലാൻഡ് ഓർ ഇറിഗേറ്റഡ് ക്രോപ്പ് ലാൻഡ് ടു ഡെസേർട്ട്. റേഞ്ച് ലാൻഡ് ആണ് ഇറിഗേറ്റഡ് നനച്ചുകൊണ്ടിരിക്കുന്ന ക്രോപ്പ് ലാൻഡുകളെല്ലാം ഡെസേർട്ടായിട്ട് മാറും. ഡെസേർട്ടിഫിക്കേഷൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഡീവെജിറ്റേഷൻ, ഡിപ്ലീഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ, സലൈനേഷൻ ആൻഡ് സോയിൽ എറോഷൻ. ഇതെല്ലാം വെജിറ്റേഷൻ ഇല്ലാണ്ടാവും. ഡിപ്ലീഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടറിലുള്ളവർ നശിച്ചുകൊണ്ടിരിക്കും. സലൈനേഷൻ, ഉപ്പിൻ്റെ രസം, ഉപ്പിൻ്റെ മിനറൽസിൻ്റെ ഉപ്പ് വെള്ളം കയറും. അതുപോലെ സോയിൽ എറോഷൻ. ഇതെല്ലാം അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. മനി ഡെസേർട്ട് ഇൻ ദ വേൾഡ് are man-made. Desertification is taking place much faster than historically and usually arises from the demand increased population that settle on the land in order to grow crop and graze animals. നമ്മളെ ഇന്നുള്ള മിക്ക ഡെസേർട്ടുകളും മാൻമെയ്ഡ് ഡെസേർട്ടാണെന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ മനുഷ്യൻ്റെ കാരണത്താലാണ് ഇതെല്ലാം ഉണ്ടാവുന്നത്. നമ്മളെ ഡീഫോറസ്റ്റേഷൻ ആവട്ടെ, സോയിൽ എറോഷൻ ആവട്ടെ, എല്ലാം ഇതിലേക്ക് നയിക്കുന്നത് നമ്മുടെ മനുഷ്യ നിർമ്മിതികളാണ്. അറൗണ്ട് 600 million people ആർ ത്രെട്ടൻഡ് ബൈ ഡെസേർട്ടിഫിക്കേഷൻ. അക്കോർഡിംഗ് ടു UNEP, യുണൈറ്റഡ് നാഷൻ എൻവയോൺമെൻറ്റൽ പ്രോഗ്രാം, ഒരു UN നമ്മുടെ ഐക്യരാഷ്ട്രസഭയുടെ ഒരു വിങ്ങാണ്. എൻവയോൺമെൻറ്റൽ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ഒരു വിങ്ങാണ്. അവർ പറയുന്ന അവരുടെ കണക്കനുസരിച്ച് 600 million people ഈ ഡെസേർട്ടിഫിക്കേഷൻ കാരണം ഭീഷണി നേരിടുന്നുണ്ടെന്നാണ്. Globally, around 2 billion acres of land become desert in the past 50 years. കഴിഞ്ഞ 50 വർഷത്തിൽ വേൾഡിൽ 2 ബില്യൺ ഏക്കർ, 2 ബില്യൺ എന്ന് പറഞ്ഞാൽ 10⁻⁹ acres of land have become desert in the past 50 years. ഇതിൽ ഏറ്റവും കൂടുതൽ ഇത് നടക്കുന്നത് ഇപ്പോൾ സബ് സഹാറൻ ആഫ്രിക്കയിലാണ് ഈ ഏറ്റവും കൂടുതൽ ഈ ഒരു ഡെസേർട്ടിഫിക്കേഷൻ ഇത് നേരിടുന്നത്. ഈ നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് റേറ്റ് ഓഫ് ഡെസേർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 15 മില്യൺ ഏക്കർ പെർ ഇയർ. ഒരു വർഷം 15 മില്യൺ ഏക്കർ ഭൂമി ഡെസേർട്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. ഇന്ത്യയിലത്തെ ഇപ്പോൾ രാജസ്ഥാനിലെ കണക്ക് നോക്കുകയാണെങ്കിൽ 12,000 ഹെക്ടർ ലാൻഡ് ഡെസേർട്ടായിട്ടുണ്ട്. 12,000 ഹെക്ടർ. കോസസ് ഓഫ് ഡെസേർട്ടിഫിക്കേഷൻ. എന്തൊക്കെയാണ് ഡെസേർട്ടിഫിക്കേഷൻ്റെ കാരണം? ഫസ്റ്റ് കാരണം ഡീഫോറസ്റ്റേഷൻ എന്നാണ്. ദ പ്രോസസ് ഓഫ് denuding and degrading the forest land initiates
എ ഡെസേർട്ട്. ഒരു ഫോറസ്റ്റ് അതിലെ ഇത് ഡെസേർട്ടായി മാറുന്നത് എങ്ങനെ? ഡെസേർട്ട് ഇല്ലാതാണ് ഡീഫോറസ്റ്റേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് സംഭവിക്കുക സോയിൽ എറോഷനും ഒക്കെ സംഭവിക്കുക ഡീഫോറസ്റ്റേഷൻ്റെ കാരണത്താലാണ്. ആദ്യം അവിടുന്ന് വെജിറ്റേഷൻ ഇല്ലാതാവുമ്പോൾ ആ മണ്ണിൻ്റെ മേൽമണ്ണ് ഇളകും. മേൽമണ്ണ് ഇളകി കഴിഞ്ഞാൽ ആ മേൽമണ്ണ് പോകാൻ തുടങ്ങും. പിന്നെ മരങ്ങളില്ലാത്ത കാരണം വെള്ളം ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയും. അങ്ങനെ അവിടുത്തെ ഫെർട്ടിലിറ്റി കുറയും. ഫെർട്ടിലിറ്റി കുറയുമ്പോൾ പുതിയ പ്ലാന്റുകൾ ഉണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റ് കാരണം ഡീഫോറസ്റ്റേഷൻ ആണ്. പിന്നെ ഓവർ ഗ്രേസിങ്. ദ ഇൻക്രീസ് ഇൻ ദ കാറ്റിൽ പോപ്പുലേഷൻ ഹെവിലി ഗ്രേസസ് ദ ഗ്രാസ് ലാൻഡ് ആൻഡ് ഫോറസ്റ്റ് ആസ് എ റിസൾട്ട് ഡിന്യൂട്സ് ദ ലാൻഡ് ഏരിയ. എന്നാൽ നമ്മുടെ കന്നുകാലികൾ ഓവറായിട്ട് ഇത് പുല്ലുകൾ തിന്നു കഴിഞ്ഞാൽ പുല്ലുകൾ നഷ്ടപ്പെടും. ആ സ്ഥലം മുഴുവൻ ഡ്രൈ ആയിട്ട് മാറും. അവിടെ സോയിൽ എറോഷൻ നടക്കും. ആ ഭൂമി സോയിൽ എറോഷൻ നടന്ന് അതവിടെ ഫെർട്ടിലിറ്റി അല്ലാതായി മാറും. അത് ഡെസേർട്ടായിട്ട് മാറും. പിന്നെ വാട്ടർ മാനേജ്മെൻറ്റ്. ഓവർ യൂട്ടിലൈസേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ പെർട്ടിക്കുലർലി ഇൻ ദ കോസ്റ്റൽ റീജിയൻ ഈസ് റിസൾട്ടിങ് ഇൻ ദ സലൈൻ വാട്ടർ ഇൻട്രൂഷൻ ഇൻ ടു അക്വേഴ്സ് വിച്ച് അൺഫിറ്റ് ഫോർ ഇറിഗേഷൻ. അപ്പോൾ പറഞ്ഞത് വാട്ടർ മാനേജ്മെൻറ്റ്. നമ്മുടെ ഗ്രൗണ്ട് വാട്ടറിൻ്റെ ഓവറായിട്ട് ഗ്രൗണ്ട് വാട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ കോസ്റ്റൽ ഏരിയയിൽ സലൈനിറ്റി കയറി വരും. അവിടെ ഇറിഗേഷൻ ഈ സലൈനിറ്റി കയറി വന്നാൽ വേറൊരു ക്രോപ്പും ഉണ്ടാവില്ല. അപ്പോൾ വാട്ടർ മാനേജ്മെൻറ്റും ഇതിൻ്റെ ഒരു കാരണമാണ്. മൂന്നാമത് മൈനിങ് ആൻഡ് ക്വാറിയിങ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മൈനിങ് സംഭവിക്കുമ്പോഴും ക്വാറിയിങ് എന്ന കരിങ്കൽ കോറികളൊക്കെ ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലുള്ളതാണ്. ഇതെല്ലാം ഡെസേർട്ടിഫിക്കേഷൻ്റെ ഒരു കാരണമായി മാറും. ക്ലൈമറ്റ് ചേഞ്ച് പറഞ്ഞാൽ മഴ തീരെ കിട്ടാതെ ആവുക ആണ്. ഫെയിലിയർ ഓഫ് നമുക്ക് മൺസൂൺ കിട്ടാതാവുക, അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള വരൾച്ച ഉണ്ടാവുക കണ്ടിന്യൂസ് ഇയറിൽ. അപ്പം മഴ തീരെ കിട്ടാത്തത് കാരണം പിന്നെ വരൾച്ച ഉണ്ടായി കഴിഞ്ഞാൽ ഇത് ഡെസേർട്ടിഫിക്കേഷനിലേക്ക് നയിക്കും. പൊല്യൂഷൻ, എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്, ഡിസ്പോസൽ ഓഫ് ടോക്സിക് വാട്ടർ ഇൻ ടു എ ലാൻഡ് ഓൾസോ ലീഡ്സ് ടു ഡെസേർട്ടിഫിക്കേഷൻ. എക്സസീവ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സിൻ്റെ ഉപയോഗം ആ ഭാഗത്ത് പൊല്യൂഷൻ കൂടാൻ കാരണമാവും. ആ പൊല്യൂഷൻ കൂടിക്കഴിഞ്ഞാൽ ഭാഗത്ത് വേറെ ക്രോപ്പുകൾ വളരാതെ ആവും. പിന്നെ ഡെസേർട്ടിഫിക്കേഷനിലേക്ക് നയിക്കും. എന്തൊക്കെയാണ് എഫക്ട്സ്? എ മേജർ ഇമ്പാക്റ്റ് ഓഫ് ഡെസേർട്ടിഫിക്കേഷൻ ബയോഡൈവേഴ്സിറ്റി ഈസ് ലോസ്. ബയോഡൈവേഴ്സിറ്റി ലോസ് ഉണ്ടാവും. ലോസ് ഓഫ് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി സച്ച് ആസ് ട്രാൻസിഷൻ ഫ്രം ഗ്രാസ് ലാൻഡ് ഈസ് ഡോമിനേറ്റഡ് ബൈ പെർണിയൽ ഗ്രാസസ് ടു ഡോമിനേറ്റഡ് ബൈ എ പെർണിയൽ ശ്രബ്സ്. നമ്മളെ ഒരു ഗ്രാസ് ലാൻഡ് എടുക്കുകയാണ്. ഗ്രാസ് ലാൻഡിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഗ്രാസാണ്, പെർണിയൽ ഗ്രാസ്. പെർണിയൽ ഗ്രാസ് പറഞ്ഞാൽ കൂടുതൽ കാലം നിലനിൽക്കുന്ന പുല്ലുകൾ. അവിടെ എന്തായിട്ട് മാറും? ആ പെർണിയൽ ഗ്രാസിന് പകരം പെർണിയൽ ശ്രബ്, പെർണിയൽ കൂടുതൽ കാലം നിലനിൽക്കുന്ന കുറ്റിച്ചെടികളായിട്ട് മാറും. അപ്പോൾ കുറ്റിച്ചെടികൾ ഒരിക്കലും ഇതിനെ പോലെ പുല്ലിനെ പോലെ ഗ്രാസിനെ പോലെ തിങ്ങി നിറഞ്ഞുണ്ടാവില്ല. അവിടെയും ഇവിടെയും ഉണ്ടാവുള്ളൂ. അപ്പോൾ മണ്ണിൻ്റെ ബോണ്ട് കുറയും. ഇങ്ങനെയാണ് ഇത് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇൻ എക്സ്ട്രീം കേസസ് ഇറ്റ് ലീഡ്സ് ടു ദ ഡിസ്ട്രക്ഷൻ ഓഫ് ലാൻഡ് എബിലിറ്റി ടു സപ്പോർട്ട് ലൈഫ്. ഇൻ ഷോർട്ട്, ഹാംഫുൾ എഫക്ട്സ് ആർ, അതിൻ്റെ എഫക്റ്റുകൾ പറയുന്നത് അറൌണ്ട് 80% ഓഫ് ദ പ്രൊഡക്റ്റീവ് ലാൻഡ് ഇൻ ദ arid and semi-arid regions are converted into desert. നമ്മുടെ പ്രൊഡക്റ്റീവ് ലാൻഡിൻ്റെ 80% അരിഡ്, ഉണങ്ങിയ അല്ലെങ്കിൽ സെമി അരിഡ് റീജിയൻസ് ആണ്. അതെല്ലാം ഇതായിട്ട് ഡെസേർട്ടായിട്ട് അറൗണ്ട് 600 million പീപ്പിൾ ആർ ത്രെട്ടൻഡ് ബൈ ഡെസേർട്ടിഫിക്കേഷൻ. 600 million ആളുകൾ ഡെസേർട്ടിഫിക്കേഷൻ കാരണം ഭീഷണി നേരിടുന്നുണ്ട്. കൺട്രോൾ ഓഫ് ഡെസേർട്ടിഫിക്കേഷൻ. എങ്ങനെ നമുക്കിതിനെ ഡെസേർട്ടിഫിക്കേഷനെ കൺട്രോൾ ചെയ്യാം? അഫോറസ്റ്റേഷൻ ആൻഡ് പ്ലാന്റിങ്. ഇതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യണം. ഡിഫോറസ്റ്റേഷൻ ആയിരുന്നു മെയിൻ കാരണം. അപ്പോൾ നമ്മളതിനെ കൺട്രോൾ ചെയ്യാൻ അഫോറസ്റ്റേഷൻ ചെയ്യണം. ആൻഡ് പ്ലാന്റിങ്. ദ സോയിൽ പ്ലാന്റിങ് ഓഫ് സോയിൽ ബൈൻഡിങ് ഗ്രാസസ് ക്യാൻ ചെക്ക് ദ സോയിൽ എറോഷൻ, ഫ്ലഡ്സ് ആൻഡ് വാട്ടർ ലോഗിങ്. ഇതെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്യണം. സോയിൽ എറോഷൻ കൺട്രോൾ ചെയ്യണം,
ഫ്ലഡ് ആൻഡ് വാട്ടർ ലോഗിങ് ഇത് ഇല്ലാതെ സംഭവിക്കാൻ നോക്കണം. ക്രോപ്പ് റൊട്ടേഷൻ ആൻഡ് മിക്സഡ് ക്രോപ്പിംഗ് ഇംപ്രൂവ് ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ. നമ്മൾ ഒരു വിള മാത്രം ചെയ്യാതെ മാറി മാറി പല വിളകൾ ഒരേ ഭൂമിയിൽ ചെയ്തുകൊണ്ടിരിക്കുക. ഇറ്റ് വുഡ് ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ വിച്ച് ക്യാൻ സസ്റ്റെയിൻ ലാർജ് പോപ്പുലേഷൻ. അപ്പം കൂടുതൽ കാരണം ഒരേ വിള ഒരു സ്ഥലത്ത് തന്നെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ആ കൃഷിഭൂമിയിലുള്ള മണ്ണ് അല്ലെങ്കിൽ അവിടെയുള്ള ഫെർട്ടിലിറ്റി തീരെ ഇല്ലാതാവും. പക്ഷെ മറ്റ് അതിനാവശ്യമില്ലാത്ത മിനറൽസ് അവിടെ ഉണ്ടാവും ചെയ്യും. അപ്പം മാറി മാറി കൃഷി ചെയ്യുക. Desertification can be checked by artificial bunds or covering the area with a proper type of vegetation. ആർട്ടിഫിഷ്യൽ ബണ്ട്സ് ബണ്ട് കെട്ടിയിട്ട് കൃഷി ചെയ്യുക, സോയിൽ ഇറോഷൻ തടയാൻ വേണ്ടിയിട്ട്. കവറിങ് ദ ഏരിയ വിത്ത് പ്രോപ്പർ ടൈപ്പ് ഓഫ് വെജിറ്റേഷൻ. കറക്റ്റ് വെജിറ്റേഷന് പല മെത്തേഡുകൾ ഉപയോഗിക്കാം. ഷിഫ്റ്റിംഗ് ഓഫ് സാൻഡ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ മൾച്ചിങ്. മൾച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് നിലനിർത്താൻ വേണ്ടി നമ്മുടെ വൈക്കോൽ ഇതൊക്കെ വെച്ചിട്ട് ആ ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്, ആർട്ടിഫിഷ്യൽ മെത്തേഡാണ് മൾച്ചിങ് എന്നുള്ളത്. Salinity of soil can be checked by improved drainage. Saline soil can be recovered by leaching with more water, particularly where water table of the ground is not very high. സാലിനിറ്റി ഇല്ലാതെ വരാൻ വേണ്ടി നോക്കുക. സാലിനിറ്റി ചെക്ക് ചെയ്യുക. സാലിനിറ്റി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്രോപ്പുകളെല്ലാം നശിച്ചു പോവും. അപ്പോൾ കറക്റ്റ് ഡ്രെയിനേജ് ഉണ്ടായാലേ വെള്ളം ഒഴുകി പോവുള്ളൂ. ഒരിക്കലും കെട്ടി നിൽക്കരുത്. വാട്ടർ ലോഗിങ് ഉണ്ടാവാൻ പാടില്ല. ഇനി റിസോഴ്സുകൾ കഴിഞ്ഞ് നമ്മൾ 6 റിസോഴ്സുകൾ ഡിസ്കസ് ചെയ്ത്, ഇനി നമ്മുടെ ഓരോരുത്തരുടെയും റോൾ എന്താണ് ഈ കൺസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സ് അതിൽ നമ്മുടെ റോൾ എന്താണ്? അതിൽ 4 റോളുകളാണ് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ കൺസേർവ് വാട്ടർ, വെള്ളത്തെ സംരക്ഷിക്കുക എന്നുള്ളതിന്. ഡോണ്ട് കീപ് വാട്ടർ ടാപ്സ് റണ്ണിങ് വൈൽ ബ്രഷിങ്, ഷേവിങ്, വാഷിംഗ് ഓർ ബാത്തിങ്. നമ്മുടെ നിത്യോപയോഗ സമയങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വെറുതെ ടാപ്പ് തുറന്നിടാതെ നമ്മുടെ ബ്രഷിങ് ഇതൊക്കെ നമ്മൾ നിത്യ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സുകളാണ്. ഇതിനെല്ലാം വെള്ളം വേണം. അപ്പോൾ വെള്ളത്തിൽ ആ സമയത്തുള്ളതൊക്കെ വാട്ടറിൻ്റെ വേസ്റ്റേജ് കുറക്കുക എന്നുള്ളതാണ്. ചെറിയ ഒരു ലീക്കുകൾ പോലും നമ്മൾ കണ്ടക്ട് ചെയ്ത് അത് ചെക്ക് ചെയ്ത് അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് പറയുന്നത്. ഒരു ചെറിയ പിൻ ഹോൾ സൈസ് ഒരു ലീക്ക് ഉണ്ടെങ്കിൽ പോലും ഒരു മാസത്തിൽ അത് 640 ലിറ്റർ വെള്ളം വേസ്റ്റ് ആവാൻ കാരണമാവും. അപ്പോൾ ഒരു പിൻ ഹോൾ ഡ്രോപ്പ് ആണെങ്കിൽ പോലും നമ്മളത് കറക്റ്റായിട്ട് മെയിൻ്റെനൻസ് നടത്തണം. പിന്നെ ഇറിഗേഷൻ പർപ്പസിന് ഡ്രിപ്പ് ഇറിഗേഷൻ ഉപയോഗിക്കുക, അതുപോലെ സ്പ്രിംഗ്ലിംഗ് ഇറിഗേഷൻ ഉപയോഗിക്കുക. എന്നാൽ പല മെത്തേഡുകൾ ഉപയോഗിക്കുക. നമ്മളെ സാധാരണ നന ഒഴിവാക്കിയിട്ട് ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുമ്പോൾ ഓരോ ഡ്രോപ്പായിട്ടാണ് പോവുക. അപ്പോൾ അത് എപ്പോഴും ആ ഇത് മോയ്സ്ചർ കണ്ടൻറ്റ് എപ്പോഴും ആ ക്രോപ്പിന് കിട്ടുകയും ചെയ്യും. പിന്നെ ഓവറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവാപ്പറേറ്റ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവാപ്പറേഷൻ്റെ എമൗണ്ട് റിഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റോൾ എ സ്മോൾ സിസ്റ്റം ടു ക്യാപ്ചർ റെയിൻ വാട്ടർ ആൻഡ് കളക്ട് നോർമലി വേസ്റ്റഡ് യൂസ് വാട്ടർ ഫ്രം സിങ്ക്, ക്ലോത്ത് വാഷർ. അതുപോലെ നമ്മളെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുക. അതിന് വേണ്ട അത് കളക്ട് ചെയ്തിട്ട് അത് ഉപയോഗിക്കുക. അതുപോലെ നമ്മുടെ സിങ്കിൽ നിന്ന്, അതുപോലെ ബാത്ത് ടബ്, ഇങ്ങനത്തെ റീയൂസ് ചെയ്യാൻ പറ്റിയ വെള്ളങ്ങൾ വീണ്ടും നമ്മൾ റീയൂസ് ചെയ്യുക. നമ്മളെ വീടുകളിലെല്ലാം റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം ചെയ്യുക. രണ്ടാമത്തേത് കൺസേർവ് എനർജി. പല ടൈപ്പ് എനർജി ഉണ്ട്. ആ എല്ലാ എനർജിയും നമ്മൾ കൺസേർവ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ എനർജി പറയുമ്പോൾ ടേൺ ഓഫ് ലൈറ്റ്സ്, ഫാന് ആൻഡ് അതർ അപ്ലയൻസ് വെൻ നോട്ട് യൂസ് ചെയ്യാത്ത സമയത്ത് ഫാന്, ലൈറ്റ് ഇതെല്ലാം യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ പീക്ക് ടൈമുകളിൽ, നമ്മുടെ പീക്ക് ഹവേഴ്സിൽ നമ്മുടെ ഹെവി ആയിട്ടുള്ള അയൺ ബോക്സ്, എയർ കണ്ടീഷനിങ് ഇങ്ങനത്തതെല്ലാം ഉപയോഗിക്കാതിരിക്കുക. പിന്നെ മാക്സിമം നമ്മുടെ എപ്പോഴൊക്കെ പറ്റുമോ അപ്പോഴൊക്കെ മാക്സിമം നാച്ചുറൽ റിസോഴ്സ് ഉപയോഗിക്കുക.
അതാവുമ്പോൾ നാച്ചുറൽ റിസോഴ്സ്. ഇപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഡ്രയർ ഉപയോഗിക്കും. അപ്പം സണ്ണി ഡേയ്സിൽ നമ്മളെന്ത് ഉപയോഗിക്കണം? അത് വെയിലത്തിട്ട് ഉണക്കാനുള്ള ഇത് കാണണം. അതുപോലെ സോളാർ കുക്കർ ഉപയോഗിക്കുക. സോളാർ പാനലുകൾ പലതുണ്ട്, സോളാർ ഉപയോഗിക്കുക. അപ്പോൾ നമ്മളെ LPG കൺസംഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും, അതിൻ്റെ എക്സ്പെൻസും നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ വീടിന് അടുത്തായിട്ട് ഡെസിഡിയസ് ട്രീസ് ആൻഡ് ക്ലൈംബേഴ്സ് കറക്റ്റ് പ്ലേസിൽ നമ്മുടെ റൂമിനടുത്ത്, നമ്മുടെ ഇതിനടുത്തൊക്കെ ഡെസിഡിയസ് ട്രീസ് എന്ന് പറഞ്ഞാൽ ഇല പൊഴിക്കുന്ന മരങ്ങളാണ്. അതുപോലെ ക്ലൈംബേഴ്സ്, വള്ളിച്ചെടികൾ അറ്റ് പ്രോപ്പർ പ്ലേസ് ഔട്ട്സൈഡ് യുവർ ഹോം ആൻഡ് ടു കട്ട് ഓഫ് ഇൻറ്റൻസ് ഹീറ്റ് ഓഫ് സമ്മർ. വേനലിലെ ചൂടിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ പ്ലാന്റുകൾ, വള്ളിച്ചെടികളെല്ലാം നമ്മുടെ വീടിൻ്റെ സൈഡിലായിട്ട് വളർത്തുക. അപ്പോൾ നമുക്കൊരു കൂൾ ബ്രീസും ഷെയ്ഡ് തണലും ഒക്കെ കിട്ടും. ഇത് ഫാനിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ എയർ കണ്ടീഷൻ്റെ ഉപയോഗം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതോടൊപ്പം അത് കാരണം നമുക്ക് ഇലക്ട്രിസിറ്റി ചാർജ് കുറയ്ക്കാൻ പറ്റും. പിന്നെ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് പെട്രോള്. നമ്മളെ വാഹനങ്ങൾ, കാറും ബൈക്ക്, ഇതെല്ലാം അതിൻ്റെ ഉപയോഗം കുറയ്ക്കുക. ആവശ്യമെങ്കിൽ സൈക്കിൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നടന്നു പോകുക. ഇത് ഓരോ ഇൻഡിവിജ്വലും നമ്മൾ എർത്തിനോട് ചെയ്യേണ്ട നമ്മുടെ ലൈഫിനോട് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം കൂടിയാണ്. അപ്പോൾ ഓരോ ഇൻഡിവിജ്വലിനും ഇതിന് ഉത്തരവാദിത്തമുണ്ട്. പ്രൊട്ടക്ട് ദ സോയിൽ. വൈൽ കൺസ്ട്രക്റ്റിംഗ് യുവർ ഹൗസ് ഡോണ്ട് അപ്രൂവ് ദ ട്രീസ് ആസ് ഫാർ ആസ് പോസിബിൾ. നമ്മുടെ വീട് വെക്കാൻ വേണ്ടി ഇതൊക്കെ ആണെങ്കിൽ മാക്സിമം എല്ലാ മരങ്ങളും മുറിച്ചൊഴിവാക്കാതെ, പിഴുതെറിയാതെ, നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ആ വീട് വരുന്ന ലൊക്കാലിറ്റിയിലുള്ള മാത്രം മരങ്ങൾ ഒഴിവാക്കിയിട്ട് മാക്സിമം മരം മുറിക്കാതെ ശ്രദ്ധിക്കുക. എവിടെയെങ്കിലും മരം മുറിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ പുതിയത് പെട്ടെന്ന് വളരുന്ന മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. പിന്നെ നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുക. കിച്ചൺ വേസ്റ്റിൽ നിന്ന് കമ്പോസ്റ്റ് ചെയ്തിട്ട് അത് നമ്മുടെ കിച്ചൺ ഗാർഡനിലേക്കും ഫ്ലവർ പോട്ട്സിലേക്കും എല്ലാം വീണ്ടും ഉപയോഗിച്ച് അത് ഒരു ഫെർട്ടിലൈസറായിട്ട് ഉപയോഗിക്കുക. പിന്നെ ഇറിഗേഷൻ പർപ്പസ് കറക്റ്റായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞു, ഡ്രിപ്പ് ഇറിഗേഷൻ, സ്പ്രിംഗ്ലിംഗ് ഇറിഗേഷൻ, ഇതൊക്കെ ഉപയോഗിക്കുക. പിന്നെ നമ്മുടെ അഗ്രികൾച്ചറൽ ഫീൽഡ്, നമ്മുടെ വയലുകൾ അതൊരിക്കലും ഓവർ ഇറിഗേറ്റ് ചെയ്യണം, ഓവറായിട്ട് നനയ്ക്കാതിരിക്കുക. അവിടെ ഓൾറെഡി ഉണ്ടാവും, അവിടെ ഡ്രെയിനേജ് സിസ്റ്റം കറക്റ്റാണെന്ന് ചെക്ക് ചെയ്യുക. കാരണം വാട്ടർ ലോഗിങ്ങും സലിനേഷനും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു മിക്സഡ് ആയിട്ടുള്ള ക്രോപ്പുകൾ ഒരേ ഭൂമിയിൽ കൃഷി ചെയ്യുക. അപ്പോൾ അവിടെയുള്ള ആ സോയിലുള്ള ന്യൂട്രിയൻസ് ഒരിക്കലും നശിച്ചു പോവാതെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും. ലാസ്റ്റ് പോയിൻ്റാണ് പ്രൊമോട്ട് ദ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. നമ്മുടെ അഗ്രികൾച്ചറിനെ നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന സുസ്ഥിര വികസനം എന്നല്ല, സുസ്ഥിരമായിട്ടുള്ള ഈ അഗ്രികൾച്ചർ, ഫുഡ് വേസ്റ്റ് ആക്കാതിരിക്കുക, നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഉപയോഗിക്കുക. റെഡ്യൂസ് ദി യൂസ് ഓഫ് പെസ്റ്റിസൈഡുകളുടെ ഉപയോഗം കുറക്കുക. പിന്നെ അതോടൊപ്പം ഇതെല്ലാം ജൈവ കീടനാശിനികളും ജൈവ വളങ്ങളും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പോൾ നമ്മുടെ സ്ഥലത്തുള്ള ലോക്കലായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ വെജിറ്റബിൾസ് നമ്മൾ ഭക്ഷിക്കാൻ ശ്രമിക്കുക. നമ്മളെ ലോക്കലായിട്ടുണ്ടാവുന്ന അല്ലെങ്കിൽ ആ സീസണിലാണ്, മാമ്പഴത്തിൻ്റെ കാലമാണ് സീസണാണെങ്കിൽ ആ സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കേണ്ടത് മാമ്പഴമാണ്. എന്ന പോലെ ഓരോ ഏരിയയിലും എന്താണ് കഴിക്കേണ്ട പ്ലാന്റുകളാണ് മിക്കവരും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ ഇപ്പോൾ ഫ്രൂട്ട്സ് ആവട്ടെ പച്ചക്കറി ആവട്ടെ എല്ലാം നമുക്ക് കേരളത്തിലേക്ക് പ്രത്യേകിച്ച് പുറത്തുനിന്ന് വരുന്ന ഇതാണ്. അതെല്ലാം നമ്മൾ കഴിക്കേണ്ടത് ശരിക്കും നമ്മുടെ വീട്ടിൽ ലോക്കലി ഉണ്ടാവുന്ന വെജിറ്റബിൾസും ഫ്രൂട്ട്സുകളുമാണ് നമ്മൾ കഴിക്കേണ്ടത്. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ സേവ് ചെയ്യാൻ കഴിയും. ട്രാൻസ്പോർട്ടിൻ്റെ കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും, അത് സ്റ്റോർ ചെയ്യേണ്ടത്, അത് പ്രിസർവ് ചെയ്യേണ്ടത്, ഇതിനെല്ലാം ഇത് സേവ് ചെയ്യാൻ കഴിയും. പിന്നെ മരുന്നടിച്ച ഇതാണ് പുറത്തുനിന്ന് വരുന്നത്. നമുക്ക് എപ്പോഴും ഓർഗാനിക്കായുള്ള ഫ്രൂട്ട്സും വെജിറ്റബിളും കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ലോക്കലി ഉള്ള അല്ലെങ്കിൽ സീസണലി കിട്ടുന്ന വെജിറ്റബിൾസ്
യൂസ് ചെയ്യുക. എപ്പോഴും ഇപ്പോഴൊക്കെ സീസണലി എന്ന് പറയുമ്പോൾ സീസൺ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇപ്പോൾ തണ്ണിമത്തൻ്റെ സീസൺ എന്ന് പറയുന്നത് ചില മാസങ്ങളാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഉണ്ടാവുക ഇവിടെ കേരളത്തിൽ എപ്പോഴാണ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് എപ്പോഴാണ് ഉണ്ടാക്കുക, റംസാൻ സീസൺ എപ്പോഴാണ് കൂടുതൽ മാർക്കറ്റ് ഉണ്ടാകുന്നത്, ആ സമയത്തേക്കും വേണ്ടിയിട്ടാണ് ഈ തണ്ണിമത്തൻ പോലത്തെ ഫ്രൂട്ട്സുകൾ കൂടുതൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് പുറത്തുനിന്ന് ഇങ്ങോട്ട് വരുന്നത്. പിന്നെ കൺട്രോൾ ദ പെസ്റ്റ് ബൈ എ കോമ്പിനേഷൻ ഓഫ് കൾട്ടിവേഷൻ ആൻഡ് ബയോളജിക്കൽ കൺട്രോൾ മെത്തേഡ്. കറക്റ്റായിട്ടുള്ള പെസ്റ്റിസൈഡിന് നമ്മൾ പല ജൈവ മെത്തേഡുകളും ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത്രയാണ് ഫസ്റ്റ് മൊഡ്യൂൾ. അപ്പോൾ 6. ഓക്കെ, താങ്ക് യു.